പത്തനംതിട്ട ജില്ലയിൽ പ്രളയം ഏറ്റവും രൂക്ഷമായ പ്രദേശങ്ങളൊന്നാണ് തിരുവല്ല നെടുമ്പുറം പ്രദേശത്ത്. ഇപ്പോഴാ CPIMൻ്റെ നെടുമ്പുറം ലോക്കൽ കമ്മിറ്റി 2500-ലധികം കിറ്റുകളാണ് ഈ പ്രദേശത്ത് വിതരണം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് നെടുമ്പുറം ലോക്കൽ കമ്മിറ്റി. അതിന് തന്നെ ഈ LC സെക്രട്ടറിയോട് തന്നെ സംസാരിക്കാം. ദിനേശ് അല്ലേ പേര്? അതിൻ്റെ അഭിനന്ദനങ്ങൾ. ഈ പ്രളയക്കെടുതിയിൽ അനുഭവിക്കപ്പെട്ട 2500ഓളം കുടുംബങ്ങളിലേക്ക് ഭക്ഷ്യക്കിറ്റ് എത്തിച്ചിരിക്കുകയാണ്. എങ്ങനെയായിരുന്നു ലോക്കൽ കമ്മിറ്റിയുടെ ഒരു പ്രവർത്തനം? നമ്മളാദ്യം കിറ്റുകൾ എത്തിക്കുക എന്നുള്ളതല്ലായിരുന്നു. നമ്മൾ പ്രളയം വന്ന് കഴിഞ്ഞ ഉടനെ ആളുകളെ രക്ഷപ്പെടുത്തി ക്യാമ്പിലെത്തിക്കുക എന്നുള്ളതായിരുന്നു പ്രധാനം. അതിന് നമ്മുടെ വാളണ്ടിയർമാർ 14 വാർഡുകളിലും സജ്ജമായി ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ സോണിയൊക്കെ വെള്ളത്തിൽ നീന്തിയില്ലേ ആളുകളെ രക്ഷപ്പെടുത്താൻ പോകുന്ന കാഴ്ച. അപ്പം ഏറ്റവും കൂടുതൽ കല്ലിങ്ക ഭാഗത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയാസങ്ങളുള്ളത്. അതെന്ന് വെച്ചാൽ 4-5 കിലോമീറ്റർ വെള്ളത്തെ കൊണ്ടുപോയാൽ അല്ലെങ്കിൽ ആളുകളെ ചുമന്നുകൊണ്ട് പോയാലേ നമുക്ക് ഈ കിഴക്കൻ നടയിൽ വന്നാൽ, ശ്രീകുല ക്ഷേത്രത്തിൻ്റെ നടയിൽ വന്നാലേ വെള്ളമില്ലാത്ത സ്ഥലം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അവരെ എല്ലാം രക്ഷിക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ദൗത്യം. അതും എല്ലാ കിടപ്പുരോഗികളും മറ്റുമൊക്കെ 2 ദിവസം വെള്ളം താഴുമെന്നുള്ള നിലയിൽ അവിടെ നിലനിന്നവരുണ്ട്. അപ്പോൾ ഈ രക്ഷാപ്രവർത്തനങ്ങൾ നീണ്ടുപോയി. 3-4 ദിവസത്തിലേക്ക് നീണ്ടുപോകുന്ന തരത്തിലേക്കാണ് മാറുക. പിന്നെ 12:30 1 മണിയൊക്കെ ആകുമ്പോൾ ഓരോരുത്തരുടെ ഫ്രിഡ്ജുകളും മറ്റും കളത്തി വെക്കാൻ സജ്ജമായി നമ്മുടെ അംഗങ്ങളെല്ലാം ഉണ്ടായിരുന്നു. 12:30-ക്കും 1 മണിക്കുമൊക്കെ നമുക്ക് വിളികൾ വന്നു നമ്മുടെ സാധനങ്ങളൊന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി. 18-ലെ പ്രളയത്തിൻ്റെ ഓർമ്മകൾ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ആ സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടാനുള്ള പ്രയാസങ്ങളും കൊണ്ടും എല്ലാം സമയത്തും നമ്മുടെ വാളണ്ടിയർമാർ സജ്ജമായിരുന്നു. അത് കഴിഞ്ഞാണ് നമ്മൾ നമ്മുടെ ഈ പ്രദേശത്ത് നമ്മുടെ ഇവർ കൊണ്ടുകൊണ്ട പ്രദേശത്ത് സാധനങ്ങൾ എത്തിക്കുകയും അത് കഴിഞ്ഞ് ഇവരെ ജോലികളില്ലാതെ 7 ദിവസത്തോളം നിന്നത് കാരണം അവർക്ക് കിറ്റുകളും ചെറിയ സഹായങ്ങളും ജോലിക്ക് പോകാൻ വയ്യാത്ത സാഹചര്യം വന്നപ്പോൾ അവർക്ക് കിറ്റുകൾ എത്തിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ദൗത്യം നമ്മുടെ 14 വാർഡുകളിലും നമ്മുടെ വാളണ്ടിയർമാർ ഏറ്റെടുത്തു. 2500ഓളം വീടുകളിൽ 2500ഓളം. നമുക്കിപ്പം പ്രവാസി വ്യവസായിയോട് ചേരുവാണ്. അങ്ങ് ദക്ഷിണാഫ്രിക്കയിലാണ് വ്യവസായമൊക്കെ നടത്തുന്നത്. അവിടെ ജോലിയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ കേരളത്തിലേക്ക് എത്തുമ്പോൾ, തിരികെ സ്വന്തം നാട്ടിലേക്ക് എത്തുമ്പോൾ ഇവിടുത്തെ ഒരു അങ്ങ് അവിടെയും രാഷ്ട്രീയത്തിലുള്ളതാണല്ലോ. ഇവിടുത്തെ ഈ CPM നടത്തുന്ന ഈ പ്രവർത്തനത്തേക്ക് അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വളരെ നല്ല പ്രവർത്തനം തന്നെയാണ്. പ്രത്യേകിച്ച് പറയാനുള്ളത്, വീണ്ടും ഒരു മഹാമാരിയാണ്, ഒരു പ്രളയത്തെയാണ് നമ്മൾ ഇപ്രാവശ്യം നേരിട്ട്. അതിനെ വളരെ ധൈര്യമായിട്ട് നേരിട്ട് അത് കഴിഞ്ഞിട്ടുള്ള പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഇങ്ങനെയുള്ള കിറ്റുകൾ വിതരണം ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർ വളരെ പ്രശംസനീയമായിട്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ്. അതിൻ്റെ ഭാഗമാകാൻ എനിക്കിവിടെ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇതാണല്ലോ ശരിയായ രാഷ്ട്രീയ ദിശ അല്ലേ? അതെ, ജനങ്ങളെ സേവിക്കുക എന്നുള്ളതാണല്ലോ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത്. അല്ല, രാഷ്ട്രീയം എന്ന് പറയുന്നത് മറ്റൊരു പ്രവർത്തനമല്ല. ഇതുപോലുള്ള ജനങ്ങളുടെ ആവശ്യങ്ങളിൽ അവരെ എങ്ങനെ നമുക്ക് നമ്മുടെ കൂടെ ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് രാഷ്ട്രീയം. അതിൻ്റെ ഒരു ഭാഗമാകാനാണ് എന്നെപ്പോലുള്ള പ്രവാസികൾക്ക്. അത് എപ്പോഴും നമ്മുടെ നാട്ടിലെ ആൾക്കാർ കഴിഞ്ഞിട്ടേ ഉള്ളൂ നമുക്കല്ല. അപ്പോൾ നാട്ടിൽ വന്നപ്പോൾ അതിൻ്റെ ഇതിനു മുമ്പും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ എനിക്ക് പങ്കുചേരാൻ പറ്റിയിട്ടുണ്ട്. സഖാവ് സനൽകുമാർ എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ നാട്ടുകാരായിട്ടുള്ള ആൾക്കാർക്ക് വളരെ പ്രയോജനകരമായിട്ടുള്ളൊരു പ്രവർത്തനമായിരുന്നു ഇതെന്ന് എനിക്ക് പറയാനുള്ളൂ. കുമാറിലേക്ക് വരാം. അതിന് മുമ്പ് ചേച്ചിയോട് ഒന്നുകൂടെ ചോദിക്കട്ടെ. ചേച്ചി, ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നല്ലൊരു കാര്യം തോന്നുന്നു? നല്ലൊരു കാര്യം, എല്ലാവർക്കും ഒരു ആശ്വാസമുള്ള ഒരു കാര്യങ്ങൾ. കിറ്റ് കിട്ടുന്നത് അല്ലേ? കിറ്റ് മാത്രമല്ല, വെള്ളപ്പൊക്ക സമയത്ത് ഇവർ രക്ഷകരായി എത്തിയതൊക്കെയും അല്ലേ? ഇവിടെ ക്യാമ്പ് പോലെ തന്നെ പ്രവർത്തിച്ച ചില ഇടങ്ങളുണ്ട്. സർക്കാരിൻ്റെ ഔദ്യോഗിക ക്യാമ്പുകൾ ഇല്ലാഞ്ഞപ്പോൾ സ്വന്തം വീട് ക്യാമ്പാക്കി മാറ്റിയ ഒരു CPMൻ്റെ പ്രവർത്തനം കൂടിയുണ്ട്. എക്സ് സർവീസ് മെമ്പർ കൂടാണ് അല്ലേ? അതെ. അങ്ങയുടെ ഇവിടെ എത്ര പേരുണ്ടായിരുന്നു? എൻ്റെ വീട്ടിൽ എൻ്റെ കുടുംബത്തിലെ അംഗങ്ങളും പിന്നെ അയൽവാസികൾ ഉൾപ്പെടെ ഞങ്ങൾ 20 പേര്. അതിൽ ഒരു 6 പേരോളം വയോവൃദ്ധരായിരുന്നു, നടക്കാൻ പോലും പറ്റാത്തവർ. അവർക്ക് ക്യാമ്പിൽ പോകാൻ പറ്റത്തില്ല. പിന്നെ മെയിൻ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ വെള്ളം കയറി കഴിഞ്ഞാൽ മറ്റുള്ളവർക്കൊന്നും, സന്നദ്ധ പ്രവർത്തകർക്ക് പോലും രക്ഷിക്കാൻ വരാൻ പറ്റത്തില്ല. പിന്നെ കാലാകാലങ്ങളായിട്ടുള്ള ഈ പാർട്ടി, അതായത് എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ടുള്ള പാർട്ടിയുടെ രക്ഷാപ്രവർത്തനവും അങ്ങനെ കണ്ടും കേട്ടും വളർന്നുകൊണ്ട് ഞങ്ങൾക്കിത് ചെയ്യുന്നതിനും, പിന്നെ 2018-ലെ ഒരു എക്സ്പീരിയൻസ്, അന്ന് ഞാനിവിടെ ലീവിലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റി. ഈ വെള്ളപ്പൊക്കത്തിനും അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ ഈ പാർട്ടി പ്രവർത്തിച്ച് അതിൽ നിന്ന് ഞങ്ങൾ ഉൾക്കൊണ്ട കുറേ പാഠങ്ങളിൽ ഞങ്ങൾ ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു. അങ്ങനെ നല്ല രീതിയിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ പോയി. എല്ലാവരും പ്രായമുള്ളവരെയും കൊണ്ട്
കൂടുകയും സംവിധാനങ്ങളൊക്കെ പുറകെ വരത്തുള്ളൂ. ആ തുടക്ക സമയത്തൊന്നും ആരും ഓടോട്ട് എത്തി നോക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ തന്നെ ചെയ്യണമല്ല. തീർച്ചയായും വലിയ കാര്യം തന്നെയാണ് ഈ നിലപാട്. CPM ജില്ലാ സെക്രട്ടറി മെമ്പർ ആർ സനൽകുമാറൂടെ നമ്മോടൊപ്പം ചേരുകയാണ്. സഖാവേ, ഒരു 2500 കുടുംബത്തിന് ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി കൊടുത്തു. എനിക്കറിയാം ജില്ലയിൽ മുഴുവൻ CPM നടത്തിയ പ്രവർത്തനങ്ങളുണ്ട്, മറ്റ് ലോക്കൽ കമ്മിറ്റികൾ, ഏരിയ കമ്മിറ്റികളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് വലിയൊരു മാതൃകയിൽ രാഷ്ട്രീയ വിമർശനം നടത്തുന്ന അപ്പുറത്തേക്ക് കളത്തിലിറങ്ങി പ്രവർത്തിക്കുക എന്നുള്ളത് അല്ലേ? അതിൽ പ്രധാനമായിട്ടും ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഈ പത്തനംതിട്ട ജില്ലയിൽ തന്നെ തിരുവല്ലയിലെ ഈ നെടുമ്പ്രം ലോക്കൽ കമ്മിറ്റി, വ്യക്തിപരമായി ഞാനും കൂടെ താമസിക്കുന്ന ഒരു LC എന്നുള്ള നിലയ്ക്ക് എനിക്ക് വലിയ ചാരിതാർത്ഥ്യമുള്ളൊരു കാര്യമാണ്. നമ്മളിപ്പോൾ ഈ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ പ്രളയം വന്നപ്പോൾ ദിനേശ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നേരിട്ട് ജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി അധികാരികൾ വരുന്നതിന് മുമ്പേ തന്നെ രംഗത്തിറങ്ങിയത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ദിനേശിൻ്റെ എല്ലാ നേതൃത്വത്തിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാലചന്ദ്രന്, പാർട്ടി ഏരിയ സെക്രട്ടറി ബിനിൽകുമാറും താമസിക്കുന്ന ഇവിടെയാണ്. ഞങ്ങളെല്ലാവരും നേരിട്ട് വീടുകളിൽ പോയി വള്ളത്തേൽ ആളുകളെ കയറ്റി ക്യാമ്പിലെത്തിക്കുകയായിരുന്നു. ഇത്തവണ ഞങ്ങൾക്കൊരു വിഷമമുള്ളത്, കഴിഞ്ഞ തവണ ഈ പ്രളയം വന്നപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റായിരുന്നു. സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ MLA മാത്യു ടി തോമസ് ഉൾപ്പെടെ ഞങ്ങളെല്ലാവരും കൂടി ചേർന്നുള്ളൊരു പ്രവർത്തനം എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ടായിരുന്നു. അപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും എല്ലാം യോജിപ്പിച്ചുകൊണ്ട് കിട്ടുന്ന സാധനങ്ങൾ കൃത്യമായി റവന്യൂ വകുപ്പിൻ്റെ കയ്യിൽ ശേഖരിച്ച് വെച്ച് അങ്ങനെ എത്തിച്ചു കൊടുക്കുന്ന രീതിയായിരുന്നു. ഇപ്പോൾ MLA പുതിയ ആളെന്നുള്ള നിലയ്ക്ക് അദ്ദേഹം വന്നതിന് ശേഷം അദ്ദേഹം വ്യക്തിപരമായി കുറേ പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. പക്ഷേ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരെയും ചേർത്ത് നിർത്തിയ ഒരു പ്രവർത്തനം നടത്തുന്നതിൽ ചില പോരായ്മകൾ വന്നു. അത് ബന്ധപ്പെട്ട മന്ത്രിമാരോട് തന്നെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ അങ്ങനെ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഗ്രൂവൽ സെൻ്ററുകളിൽ കഴിയുന്നവർക്ക് ഭക്ഷ്യധാന്യം എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ്റിൻ്റെ തീരുമാനം ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ ഇവിടെ വന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ പഞ്ചായത്തിലെ തന്നെ ഒരു പ്രദേശത്ത് നിന്ന് ഒരു 50ഓളം പേരുടെ പേരുകൾ എഴുതി കൊടുത്തപ്പോൾ അവർക്ക് ഭക്ഷ്യധാന്യങ്ങൾ എത്തിച്ചു കൊടുക്കാൻ പഞ്ചായത്ത് പ്രസിഡൻറ്റും ഞങ്ങളെല്ലാവരും മുൻകൈ എടുത്ത് അത് എത്തിച്ചു കൊടുക്കാൻ ശ്രമിച്ചു. അപ്പോൾ രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഈ പഞ്ചായത്തിൽ BJPയുടെ നേതൃത്വത്തിൽ ഒരു സമരം തന്നെ നടത്തി. അപ്പം ഞങ്ങളെ ഇരുത്തി ചിന്തിപ്പിച്ചൊരു കാര്യം, ഞങ്ങളുടെ മനസ്സിൽ പോലും ഇല്ലാത്ത വിഭാഗീയമായിട്ടുള്ള ചിന്താഗതികൾ ഉണ്ടാക്കിയെടുക്കാൻ ചിലർ ശ്രമിച്ചു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഞങ്ങൾ പാർട്ടി ലോക്കൽ കമ്മിറ്റി, പ്രത്യേകിച്ച് അതിൽ ദിനേശൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളെല്ലാവരും കൂടി ആലോചിച്ചുകൊണ്ട് ലോക്കൽ കമ്മിറ്റി, ഇപ്പോഴത്തെ ജനപ്രതിനിധികളുണ്ട്, മുൻ ജനപ്രതിനിധികളുണ്ട്, അവരെല്ലാം കൂടി ആലോചിച്ചുകൊണ്ട് പാർട്ടിയുടേതായിട്ടുള്ളൊരു കളക്ഷൻ സെൻറ്റർ ഉണ്ടാക്കാനും ആ കളക്ഷൻ സെൻറ്റർ വഴി ഈ പഞ്ചായത്തിൽ 80% വീടുകളിൽ വെള്ളം കയറിയ വീടുകളാണ്. അപ്പോൾ ഇവിടുത്തെ ദുരിതം അനുഭവിക്കുന്ന മുഴുവൻ പേരെ സഹായിക്കുക, അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ പാർട്ടി അംഗങ്ങൾ തന്നെ ലക്ഷക്കണക്കിന് രൂപ സ്വന്തമായിട്ടെടുത്ത കുടുംബങ്ങളടക്കം എല്ലാവരെയും പാർട്ടി അംഗങ്ങൾ അവരുടേതായ ചെറിയ പൈസ എടുത്തു. ഇവരെ പോലുള്ള സുമനസ്സുകളുടെ സഹായം കിട്ടി. ഇതെല്ലാം കൂടെ ചേർത്ത് ഞങ്ങൾ എല്ലാ ജനങ്ങൾക്കും ആർക്കൊക്കെയാണോ ഭക്ഷ്യധാന്യ കിറ്റുകൾ വേണ്ടത് അവർക്ക് ഈ പഞ്ചായത്തിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഞങ്ങൾ ഏറ്റെടുത്തത്. ആ ലക്ഷ്യം ഏതാണ്ട് പൂർണ്ണതയിലേക്ക് എത്തുകയാണ്. ഏതാണ്ട് 2700ഓളം വരുന്ന കിറ്റുകൾ ഇന്നുകൊണ്ട് വിതരണം ചെയ്ത് തീരും. എല്ലാ വാർഡുകളിലും ഞങ്ങളുടെ ജനപ്രതിനിധികൾ എല്ലാ വാർഡിലും ഞങ്ങൾക്ക് ജനപ്രതിനിധികൾ ഇല്ലാത്ത സ്ഥലത്ത് പാർട്ടി നേതാക്കന്മാരും കൂടെ മുൻകൈ എടുത്തുകൊണ്ട് വീടുകളിൽ മുഴുവൻ ഇത് എത്തിച്ചു കൊടുത്തു. എവിടെയെങ്കിലും ആർക്കെങ്കിലും അർഹതപ്പെട്ടവർക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ഓണത്തിന് മുമ്പ് അത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു ചുമതലയാണ്. കാരണം സർക്കാരിൻ്റെ കിറ്റുകൾ ഇതുവരെ എത്തിയിട്ട് പോലുമില്ല. 6 ലക്ഷം കുടുംബങ്ങൾക്ക് ഇത് കിട്ടുമെന്ന് പറഞ്ഞ് ഓണത്തിന് മുമ്പ് പലർക്കും ഇത് കിട്ടിയിട്ടില്ല. അപ്പോൾ നിത്യോപയോഗ സാധനങ്ങൾക്കെല്ലാം വില ഉയർന്നുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഒരു ചെറിയ കൈത്താങ്ങ്, ഇതിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല, ഞങ്ങളെ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഈ കാര്യങ്ങൾക്ക് സഹായിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ എതിർ രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ടവർ പോലും ഞങ്ങൾ ചെയ്യുന്ന ഈ നല്ല കാര്യങ്ങളിൽ, പ്രത്യേകിച്ചും അതിൽ നമ്മുടെ ശൈലേഷ് ചേട്ടനെ പോലുള്ള ആളുകളൊക്കെ ചെന്ന് ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ ഒക്കെ മുൻകൈയിലെടുത്ത് ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതിന് മുൻകൈ എടുക്കാൻ അദ്ദേഹത്തെയൊക്കെ സഹായിച്ചതായിട്ട് അദ്ദേഹം തന്നെ പറയുകയുണ്ടായി. അപ്പോൾ അങ്ങനെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരെയും ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞു. ഈ ലോക്കൽ കമ്മിറ്റിയെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ തന്നെ ദിനേശനെ ഞാൻ എപ്പോഴും ആ കാര്യത്തിൽ അഭിനന്ദിക്കും. ഞങ്ങളോട് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ആദ്യമായിട്ട് ഒരു സേവന കേന്ദ്രം തുടങ്ങാൻ പറഞ്ഞു. ഈ ജില്ലയിൽ തന്നെ മാതൃകാപരമായി ഒരു അക്ഷയ കേന്ദ്രത്തിൻ്റേതായിട്ടുള്ള എല്ലാ സേവനങ്ങളും 800ഓളം സേവനങ്ങൾ, ഡിജിറ്റൽ സേവനങ്ങൾ നൽകുന്നൊരു കേന്ദ്രം സൗജന്യമായി പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത ഒന്ന് ഉദ്ഘാടനം ചെയ്തതാണ്. ഈ പഞ്ചായത്തിൽ പാർട്ടിക്ക് സ്വന്തമായിട്ട് 1 ലക്ഷം രൂപ മുതൽ മുടക്കിയ ഒരു വള്ളം ദിനേശൻ തന്നെയാണ് അതിന് നേതൃത്വം കൊടുത്തത്. ഇപ്പം ഏറ്റവും മാതൃകാപരമായി ഞങ്ങളൊരു മൊബൈൽ മോർച്ചറി, അതുപോലെ ഈ ശവസംസ്കാരം നടത്തുന്നതിന് വേണ്ടിയുള്ള മറ്റ് സൗകര്യങ്ങളും ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനത്തിലാണ്. ഇപ്പോൾ തന്നെ ഇവിടെ പഞ്ചായത്തിൽ 30 സെൻറ്റ് സ്ഥലം വിലയ്ക്ക് വാങ്ങിച്ച ഒരു സ്റ്റേഡിയം, ഒരു കളിക്കളമില്ല, പഞ്ചായത്തിൻ്റെ സ്റ്റേഡിയം മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട്. ആ കളിക്കളം പൂർണ്ണതയിൽ എത്തിക്കാൻ വേണ്ടി പാർട്ടിയുടെ തന്നെ മുൻകൈയിൽ അതിനൊരു പരിശ്രമം നടക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ബാലചന്ദ്രൻ്റെ നേതൃത്വത്തിൽ
എല്ലാവരെയും ചേർത്ത് പിടിച്ചുള്ള ഒരു പ്രവർത്തനമാണ് നടത്തിയത്. ആ പ്രവർത്തനങ്ങൾ കൂടാതെയാണ് CPM-ൻ്റെ തനതായിട്ടുള്ള ഈ പ്രവർത്തനം കൂടെ വന്നപ്പോൾ ഇപ്പോൾ വില്ലേജ് ഓഫീസിൽ പോലും 2400-നടുത്ത് അപേക്ഷകളാണ് വെള്ളം കയറിയ വീടുകളുടെ ഉള്ളത്. അപ്പോൾ അതിൽ ഏതാണ്ട് എല്ലാ വീടുകളിലും ആ വെള്ളം കയറാത്ത വീടുകളിൽ കഴിഞ്ഞ പാവപ്പെട്ട ഇടത്തരക്കാരായിട്ടുള്ളവരുടെ കുടുംബങ്ങളിലടക്കം ആർക്കൊക്കെയാണോ ഭക്ഷ്യക്കിറ്റുകൾ വേണ്ടത് അവർക്കത് എത്തിച്ചു കൊടുക്കാൻ കഴിയുമെന്നുള്ള വലിയ ചാരിതാർത്ഥ്യവും സന്തോഷമുണ്ട്. ഇതിന് സഹായിച്ച സുമനസ്സുകളോട് എത്ര നന്ദി പറഞ്ഞാലും ഞങ്ങളുടെ എല്ലാം പൈസ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ ഇപ്പോഴും CPM എന്ന മഹത്തായ പ്രസ്ഥാനത്തെ വിശ്വസിച്ച് ഞങ്ങളെ ഏൽപ്പിച്ച ഓരോ പൈസയും കൃത്യമായി ഞങ്ങൾ വിനിയോഗിച്ചിട്ടുണ്ട് എന്നതിൻ്റെ ചാരിതാർത്ഥ്യം ഞങ്ങൾക്കുണ്ട്. ബാക്കി തിരുവല്ലയിലാകെ ഈ പ്രവർത്തനങ്ങൾ ഇതേപോലെ തന്നെ സമാനമായ നിലയിൽ നടക്കുന്നുണ്ട്. ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ തന്നെ എൻ്റെ ഗ്രാമപഞ്ചായത്തിൽ ഇങ്ങനെ എൻ്റെ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ പരിപാടി ഇന്ന് ഏതാണ്ട് പൂർത്തീകരിക്കുന്ന ഒരു ഘട്ടത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള നന്ദിയും സന്തോഷവും അതിന് ഏറ്റവും നല്ല പ്രവർത്തനം നടത്തിയ ആ ലോക്കൽ കമ്മിറ്റിയെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിനന്ദിക്കാനും ഞാൻ തയ്യാറാവുന്നു. പാർട്ടി ജില്ലാ സെക്രട്ടറി തന്നെ ഇന്ന് ഈ പരിപാടിയുടെ ഭാഗമാകാമെന്ന് പറഞ്ഞിരുന്നതാണ്. അദ്ദേഹത്തിന് മറ്റു അസൗകര്യം വന്നു. എന്നാൽ ഭക്ഷ്യക്കിറ്റുകൾ ഏറ്റുവാങ്ങുന്ന ഒരു പരിപാടിക്ക് അദ്ദേഹം വന്നിരുന്നു ഞങ്ങളുടെ കളക്ഷൻ സെൻറ്ററിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെയും എല്ലാ പിന്തുണയും അഭിനന്ദനങ്ങളും ഈ ലോക്കൽ കമ്മിറ്റിക്ക് പ്രത്യേകമായിട്ട് നൽകുന്നു. തീർച്ചയായിട്ടും ഞാൻ ഓർക്കുകയായിരുന്നു, ഇപ്പം LC സെക്രട്ടറി ദിനേശൻ സഹാവിനെ പറ്റി പറഞ്ഞു. അതുപോലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാലേന്ദ്രൻ, അദ്ദേഹത്തിൻ്റെ വീട് മുങ്ങിക്കിടക്കുമ്പോഴും ആ ക്യാമ്പിലുള്ള ആളുകളോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ആ പ്രതികരണം നമ്മളവിടെ വെച്ച് ബാലേന്ദ്രൻ്റെ അടുത്തെയാണ്. ആശാപ്രവർത്തകരൊക്കെ പറയുന്നുണ്ട് പ്രസിഡന്റ് വീട് മുങ്ങി, പക്ഷേ പ്രസിഡന്റും ഒപ്പമുണ്ട്. അതുപോലെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, അതുപോലെ CPM ജില്ലാ സെക്രട്ടറി മെമ്പർ തുടങ്ങിയ ഏരിയ സെക്രട്ടറി ബിനിൽ കുമാർ തുടങ്ങിയ എല്ലാ ആളുകളും, ഫ്രാൻസിസ് വി ആൻ്റണി ജില്ലാ കമ്മിറ്റി അംഗം, തിരുവല്ലയിലെ എല്ലാ ആളുകളും ഈ CPM-ൻ്റെ പ്രവർത്തകർ രക്ഷാപ്രവർത്തനത്തിൽ മുൻപന്തിൽ നിന്നു. അതുമാത്രമല്ല അവർക്ക് തുടർന്നുള്ള സഹായങ്ങളും ഉറപ്പുവരുത്തുക കൂടിയാണ്. ക്യാമറമാൻ അഖിലേഷ് കുടുംബനൊപ്പം സുജിറ്റി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.